സഹകാരി റൈസ് പ്ലസിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കുന്നത് വൊക്കാബുലറിയിൽ തന്നെ ഫോറിൻ വേർഡ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇഡിയവും ഫോറിൻ വേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിക്കുന്ന ശൈലികൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ശൈലികൾക്ക് പറയുന്ന ഇംഗ്ലീഷ് വേർഷൻ പേരാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോറിനേഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനെ പറയുന്ന പേരാണ് ഫോറിൻ വേർഡ്സ്. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫോറിൻ വേർഡ്സ്. പാഠപുസ്തകത്തിലൊക്കെ ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത്. നോക്കിയേ ഫോറിൻ വേർഡ്സ്. അതിൽ ഒന്നാമത്തത് ആബ് ഇനിഷ്യോ, രണ്ടാമത്തത് ആബ് ഒറിജിൻ, മൂന്നാമത്തത് അഡ്ഹോക്ക്, നാലാമത്തത് ആഡ് ഇൻഫിനിറ്റം, അടുത്തത് ആഡ് ലിബിട്ടം, അടുത്തതാണ് അൽമ മാറ്റർ, അടുത്തത് അൾട്ടർ ഈഗോ, അടുത്തത് അലൂമിനി. ഇപ്പൊ നോക്കിയേ ആബ് ഇനിഷ്യോ, നിങ്ങൾ നോക്കിയാണ് ഇനിഷ്യൽ, കണ്ടല്ലോ ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ ഓർമ്മയിലിരിക്കുക, ഇനിഷ്യൽ കണ്ടോ, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ നമ്മളൊക്കെ പേരിന്റെ ഇനിഷ്യൽ എവിടെയാണ് എഴുതുന്നത്? പുറകിലാണ് എഴുതുന്നത്. പക്ഷെ ഒരു ഒഫീഷ്യൽ യൂസേജിന് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ എഴുതി കൊടുക്കണം? ഇനിഷ്യൽസ് ഒക്കെ മുന്നിൽ എഴുതണം. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നല്ലേ പറയുന്നത്? ഇനിഷ്യൽ മീൻസ് തുടക്കം. അപ്പൊ ആ വാക്ക് ഓർമ്മയിലിരിക്കുക, ഇനിഷ്യൽ തുടക്കം. ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. ഉറച്ചു പറഞ്ഞേ, ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ. ഒന്നും കൂടെ പറഞ്ഞേ, ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. രണ്ടാമത്തെ വാക്ക് നോക്കിയേ, ആബ് ഒറിജിൻ. നോക്കിയേ, ഒറിജിൻ മീൻസ് ഒറിജിനൽ എന്ന് പഠിക്കുക. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? ഒറിജിനൽ. അതിനകത്ത് നിന്ന് തന്നെ വരയിട്ടങ്ങ് പഠിച്ചു പോയാൽ വളരെ പെട്ടെന്ന് കിട്ടും. ഒറിജിൻ മീൻസ് ഒറിജിനൽ എന്നാണ്. അപ്പൊ ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഈ ആബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തുടക്കം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ആബ് ഒറിജിൻ മീൻസ് ഫ്രം ദ ഒറിജിനൽ, ഫ്രം ദ ഒറിജിനൽ, ഫ്രം ദ ഒറിജിൻ, അല്ലേ? അപ്പൊ ആബ് ഒറിജിൻ മീൻസ് ഫ്രം ദ ഒറിജിൻ, ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ്. ഇനി അഡ്ഹോക്ക് നോക്കിയേ, അഡ്ഹോക്ക്. ഇപ്പൊ വീട്ടിലൊക്കെ അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും, പെട്ടെന്നൊരു ഒരു ക്രിട്ടിക്കൽ സാഹചര്യമൊക്കെ വരുമ്പം പെട്ടെന്ന് വീട്ടുകാരൊക്കെ പെട്ടെന്ന് ഒത്തുകൂടിയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കും, അല്ലേ? ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? കുറെ കിളവന്മാരൊക്കെ വന്നിട്ട് കെട്ടിച്ചു വിടണ്ടേ എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്, അല്ലേ? പെട്ടെന്ന് തീരുമാനം എടുക്കുക. അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നൂടെ? ഗവൺമെന്റ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ത് ചെയ്യും? രൂപീകരിച്ചു. ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. പറഞ്ഞ മൂന്നെണ്ണം. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ്. ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാലോ ഫ്രം ദ ഒറിജിനൽ അല്ലെങ്കിൽ ഒറിജിൻ. അഡ്ഹോക്ക് മീൻസ് എന്ത് ചെയ്യും? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അടുത്ത് നോക്കിയേ, ആഡ് ഇൻഫിനിറ്റം. കുട്ടികളെ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാം, ഇൻഫിനിറ്റി അന്ത്യമില്ലാത്തത്, അവസാനമില്ലാത്തത്, അല്ലേ? അപ്പൊ അത് തന്നെയാണ് അതിന്റെ മീനിങ്. ആഡ് ഇൻഫിനിറ്റം വിത്തൗട്ട് ലിമിറ്റ്. എന്ത് ചെയ്യുന്നൂടെ? ഇൻഫിനിറ്റി അല്ലെങ്കിൽ വിത്തൗട്ട് ലിമിറ്റ്. ആഡ് ഇൻഫിനിറ്റം വിത്തൗട്ട് ലിമിറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയുക? ഇൻഫിനിറ്റി. വിത്തൗട്ട് ലിമിറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി, അവസാനമില്ല. അപ്പൊ ആഡ് ഇൻഫിനിറ്റ് മീൻസ് വിത്തൗട്ട് ലിമിറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി. അടുത്ത ആഡ് ലിബിട്ടം. പറഞ്ഞ ആഡ് ലിബിട്ടം എന്താണെന്ന് നോക്കിയേ. ലിബിട്ടം എന്ന് പറഞ്ഞാൽ ലിബർട്ടി എന്നാണ് അർത്ഥം കേട്ടോ. ലിബിട്ടം മീൻസ് ലിബർട്ടി എന്ന് എടുക്കുക. നിങ്ങൾ ആലോചിക്കുകയാണ്, ഇപ്പൊ ലിബർട്ടി, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇല്ലേ? ഇപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോഴത്തേക്കും നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെ ഇഷ്ടങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അപ്പോൾ ലിബർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അത് തന്നെയാണ് മീനിങ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയും. ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. അപ്പോൾ ആഡ് ലിബിട്ടം മീൻസ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്, ആബ് ഒറിജിൻ ഫ്രം ദ ഒറിജിനൽ, ആഡ് അല്ലെങ്കിൽ അഡ്ഹോക്ക് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, പിന്നെ അതേപോലെ ആഡ് ഇൻഫിനിറ്റം, ഇൻഫിനിറ്റി അല്ലെങ്കിൽ വിത്തൗട്ട് ലിമിറ്റ്, അതേപോലെ ആഡ് ലിബിട്ടം, ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ. അൽമ മാറ്റർ നോക്കിയാണേ, നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ? ഈ സ്ഥാപനത്തിൽ നിന്ന് സഹകാരി എന്ന് പഠിച്ചിറങ്ങി ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോരുത്തരും പറയും ദാറ്റ് ഈസ് മൈ അൽമ മാറ്റർ. സഹകാരി ചൂണ്ടി പറയും ദാറ്റ് ഈസ് മൈ അൽമ മാറ്റർ എന്ന് നിങ്ങൾ പറയും, അല്ലേ? അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പഠിച്ചിറങ്ങിയ സ്ഥാപനങ്ങൾ. അൽമ മാറ്റർ മീൻസ് മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ
ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിച്ചിറങ്ങിയ ഇപ്പം നിങ്ങൾ ഈ റീയൂണിയൻ ഒക്കെ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ സ്കൂളുകളിലൊക്കെ വീണ്ടും പോകാറില്ലേ, അത് തന്നെയാണ് അൽമ മാറ്റർ മീൻസ് മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി എടുത്ത് നോക്കണേ അൾട്ടർ ഈഗോ. അടുത്തതാണ് പിള്ളേരെ അൾട്ടർ ഈഗോ. അപ്പോൾ ആലോചിച്ച് നോക്കണേ, 4 പേര് 4 കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരു ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചോണം അല്ലേ, പഠിക്കുകയാണെന്ന് വെച്ചോണം. അവർ നന്നായിട്ട് പഠിക്കുകയാണ്, നന്നായിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ടെസ്റ്റിന് വേണ്ടി പഠിക്കുകയാണ്, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ പരീക്ഷയൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു, അതിൽ ആദ്യത്തെ ആൾ നോക്കി, അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇല്ല. ഭയങ്കര വിഷമം വരൂലേ കുട്ടികളെ, കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്തില്ല, നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറേ നേരം കിടന്ന് കരഞ്ഞിട്ടൊക്കെ അടുത്ത ആളെ വിളിച്ചു ചോദിക്കും, രണ്ടാമത്തെ ആളെ വിളിച്ചു ചോദിക്കും, നീ ഉണ്ടാന്ന് ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ആ ആളും ഇല്ല എന്ന് പറഞ്ഞു, അദ്ദേഹവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ ഇത്രയും നേരം കരഞ്ഞോട്ടെ നമുക്ക് ചെറിയൊരു സന്തോഷം വരും. കാരണം എന്താണ്, അവളും ഇല്ലല്ലോ. രണ്ടുപേരും കൂടി ചേർന്ന് മൂന്നാമത്തെ ആളെ വിളിച്ചു നോക്കി, അവളും എന്ത് ചെയ്യുന്നൂടെ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സന്തോഷം. ആദ്യം കരഞ്ഞ ആൾക്ക് കുറച്ചും കൂടെ സന്തോഷമായി, കാരണം 3 പേരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും 4ാമത്തെ ആളും ഇല്ല, കാരണം പുള്ളിക്കാരത്തി ഇല്ല. എന്ത് ചെയ്യും, 4ാമത്തെ ആൾ വിളിച്ചു ചോദിച്ചു, എന്ത് ചെയ്യുന്നൂടെ, ആ പുള്ളിക്കാരത്തി ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും, അതും 2ാം റാങ്കാണെന്ന് പറഞ്ഞു. സഹിക്കുള്ള നിങ്ങൾക്ക് ഇല്ല. അത് തന്നെയാണ് കേട്ടോ, നമുക്ക് ഈഗോ ഹേർട്ടാവും. എന്ത് ചെയ്യുന്നുണ്ട്, ഈഗോ ഹേർട്ടാവും. കാരണം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്, 4 പേരിൽ ഒരാൾക്ക് മാത്രം ജോലി കിട്ടിപ്പോയി. പക്ഷെ നമ്മൾ അവരുടെ സ്റ്റേറ്റസ് ഇടാറുണ്ട്, അവർ നന്നായിട്ട് പഠിച്ച് നമ്മൾ കൂട്ടുകാരൻ നിലയിൽ പറയാറുണ്ട്, മറ്റുള്ളവർ മുമ്പിൽ അഭിനയിക്കും ഇല്ലേ. പക്ഷേ എന്നാലും അവൾ കൂടെ ഇരുന്നിട്ട് ജോലി കിട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഈഗോ നമ്മളെ ഹേർട്ട് മനസ്സിൽ കാണും ഇല്ലേ. അപ്പോൾ അൾട്ടർ ഈഗോ ഹേർട്ടാവുന്ന ആർക്കാണ്, അവർ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിലാണ്. അൾട്ടർ ഈഗോ മീൻസ് ക്ലോസ് ഫ്രണ്ട്സ്. അൾട്ടർ ഈഗോ മീൻസ് ക്ലോസ് ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു പോയി, എന്ത് ചെയ്യുന്നോടെ, ഞാൻ വലിയ നിലയിലെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നു, ആരോ ഒരാൾ എങ്ങനെയോ പോട്ട് എന്ന് നമ്മൾ ചിന്തിക്കും ഇല്ലേ. ഒപ്പമുള്ള ആൾ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കൂല. അത് തന്നെയാണ് അൾട്ടർ ഈഗോ മീൻസ്. അത് ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒട്ടും സഹിക്കൂല. അൾട്ടർ ഈഗോ മീൻസ് ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ ഈഗോ ഹെർട്ടാവുന്ന ആർക്കാണെന്ന് പറയുക, ക്ലോസ് ഫ്രണ്ട്സിനാണെന്ന് പഠിക്കുക. ഓക്കെ. ഇനി അലൂമിനി. ഈ അലൂമിനിയം പാത്രം ചളുങ്ങിയ പാത്രമാണ് കേട്ടോ, ഓർമ്മയിലിരിക്കുക. അതെങ്ങനെ ഓർമ്മയിലിരിക്കുക, ഫോർമർ സ്റ്റുഡൻറ്റ്. അലൂമിനി മീൻസ് ഫോർമർ സ്റ്റുഡൻറ്റ്, പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലേ. അലൂമിനിയം നമ്മളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഏത് സ്കൂളുകളിലൊക്കെ റീയൂണിയൻ ഒക്കെ വയ്ക്കാറുണ്ട്, അലൂമിനിയം കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അലൂമിനി മീൻസ് ഫോർമർ സ്റ്റുഡൻറ്റ്. അലൂമിനി മീൻസ് ഫോർമർ സ്റ്റുഡൻറ്റ്. പറഞ്ഞേ ആബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം ദ ബിഗിനിങ്. ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാലോ, ഫ്രം ദ ഒറിജിനൽ. അതേപോലെ അഡ്ഹോക്ക് എന്ന് പറഞ്ഞാലോ, ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ആഡ് ഇൻഫിനിറ്റം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ, അന്ത്യമില്ലാത്തത്, ഇൻഫിനിറ്റി അല്ലെങ്കിൽ വിത്തൗട്ട് ലിമിറ്റ്. ആഡ് ലിബിട്ടം. ലിബർട്ടി കിട്ടി കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു, ആഡ് ലിബിട്ടം ഹാപ്പിനെസ്. ഇനി അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ സഹകാരി നിങ്ങൾ അൽമ മാറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അൾട്ടർ ഈഗോ ഹെർട്ടാവുന്ന ആർക്കിടയിലാണ്, ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിലാണ്. അൾട്ടർ ഈഗോ മീൻസ് ക്ലോസ് ഫ്രണ്ട്സ്. അലൂമിനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമർ സ്റ്റുഡൻറ്റ്. അലൂമിനി മീൻസ് ഫോർമർ സ്റ്റുഡൻറ്റ്. അടുത്ത് നോക്കിയേ, അടുത്താണ് ബെല്ലാഡൊന്ന, അതേപോലെ ബോൺ എൻഫാൻറ്റ്, അതേപോലെ ബോൺ ടോണ്, അതുപോലെ ബോൺ വിവാൻറ്റ്, അതുപോലെ ബോൺ വോയേജ്, ബോണാഫിഡെ, മാലാഫിഡെ, കാർപ്പേഡിയം. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ബെല്ലാഡൊന്ന നോക്കിയേ, കല്യാണം കഴിക്കുന്ന സമയത്ത് ചേട്ടന് നിങ്ങൾ ബെല്ലാഡൊന്നയായിരുന്നു. ബെല്ലാഡൊന്ന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി, ഭയങ്കര ഗ്ലാമർ എന്ന രീതിയിലാണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലും മുമ്പ് നിങ്ങൾ ബെല്ലാഡൊന്നയായിരുന്നു. ബെല്ലാഡൊന്ന മീൻസ് പ്രിറ്റി വുമൺ, കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെയൊക്കെ നമുക്ക് എന്ന് പറയാം, ബെല്ലാഡൊന്ന എന്ന് പറയാം. അപ്പൊ ബെല്ലാഡൊന്ന മീൻസ് പ്രിറ്റി വുമൺ, കാണാൻ ഭംഗിയുള്ള ആൾക്കാർ കേട്ടോ. ഇനി ബോൺ എൻഫാൻറ്റ്. കുട്ടികളെ ബോൺ എന്ന വാക്ക് എവിടെ കണ്ടാലും ഗുഡ് എന്നാണ് അർത്ഥം കേട്ടോ. ബോൺ എൻഫാൻറ്റ് മീൻസ് ഗുഡ്. എൻഫാൻറ്റ് ഇൻഫാൻറ്റ് എന്ന് ഓർക്കുക, കുട്ടികൾ എന്ന് അർത്ഥം. ഗുഡ് ഫെല്ലോ. ബോൺ എൻഫാൻറ്റ് ഗുഡ് ഫെല്ലോ, നല്ല കുട്ടികൾ എന്ന അർത്ഥത്തിൽ പറയാം. ബോൺ എൻഫാൻറ്റ്. ഇൻഫാൻറ്റ് എന്ന് ഓർക്കുക, ഇൻഫാൻറ്റ് കൈക്കുഞ്ഞ്. അപ്പൊ ബോൺ എൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഇൻഫാൻറ്റ് അല്ലെങ്കിൽ ഗുഡ് ഫെല്ലോ, നല്ല ആൾക്കാർ. ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ, ബോൺ എൻഫാൻറ്റ് ഗുഡ് ഫെല്ലോ. ബോൺ ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൺ ഗുഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഗുഡ് ഫാഷൻ അല്ലെങ്കിൽ ഹൈ ഫാഷൻ. ബോൺ ടോൺ മീൻസ് ഗുഡ് ഫാഷൻ അല്ലെങ്കിൽ ഹൈ ഫാഷൻഡ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, സിനിമാ നടന്മാർ അല്ലെങ്കിൽ നടിമാരൊക്കെ ബോൺ ടോൺ ആണെന്ന് പറയാം. ഹൈ ഫാഷൻഡ്, ഭയങ്കരമായ ഫാഷനായിട്ട് ഉപയോഗിക്കുക. ബോൺ ടോൺ മീൻസ് ഹൈ ഫാഷൻ അല്ലെങ്കിൽ ഗുഡ് ഫാഷൻ, ഭയങ്കരമായിട്ടുള്ള ഫാഷൻ മൈൻഡഡ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, ബെല്ലാഡൊന്ന പ്രിറ്റി വുമണ്, ബോൺ എൻഫാൻറ്റ് ഗുഡ് ഫെലോ, ബോൺ ടോണ് ഹൈ ഫാഷൻ. ഇനി ബോൺ വിവാൻറ്റ്. വിവ് എന്ന് പറഞ്ഞ ലിവ് എന്നാണ് അർത്ഥം കേട്ടോ. ഗുഡ് ലിവിങ്. ബോൺ എന്താണ്,
വിവാൻഡ് മീൻസ് വിവ് എന്ന് പറഞ്ഞാൽ ലിവ്, ഗുഡ്, ബോൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ആണ്. അപ്പൊ ഗുഡ് ലിവിങ് അല്ലെങ്കിൽ ലിവ്സ് ഗുഡ്, നന്നായി ജീവിക്കുക. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നു വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ സ്റ്റേറ്റസ് ഇടാം, വി ലിവ് ബോൺ ആൻഡ് വിവാൻഡ്. ബോൺ വിവാൻഡ് മീൻസ് ഗുഡ് ലിവിങ്, നല്ല ജീവിതം, നന്നായിട്ട് ജീവിക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ, ബോൺ വിവാൻഡ് ഗുഡ് ലിവിങ്, ബോൺ ടോണ് ഹൈ ഫാഷൻ അല്ലെങ്കിൽ ഗുഡ് ഫാഷന്, അതേപോലെ ബോൺ എൻഫാൻഡ് ഗുഡ് ഫെലോ, ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ. ഇനി ബോൺ വോയേജ്, ഈ വോയേജിന്റെ അർത്ഥം എന്താണ്ടേ, യാത്ര എന്നാണ് അർത്ഥം കേട്ടോ. യാത്ര, കടൽ യാത്ര, കപ്പൽ യാത്ര. ബോൺ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്ന് പറഞ്ഞു. അപ്പൊ ബോൺ വോയേജ് ഗുഡ് യാത്ര, ജേണി, ഗുഡ് ജേണി, ഗുഡ് ജേണി. പറഞ്ഞു നോക്കിയേ, ബോൺ വോയേജ് ഗുഡ് ജേണി, ഗുഡ് ജേണി. ഇനി ബോണാഫിഡെ, ബോണിന്റെ അർത്ഥം ഗുഡ് എന്നാണ്, ഫിഡെ ഫെയ്ത്ത് എന്നാണ്. അപ്പൊ ബോണാഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, ഗുഡ് ഫെയ്ത്ത്. ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്. ബോണാഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ഗുഡ് ഫെയ്ത്ത്. ഒന്നും കൂടെ പറഞ്ഞേ, ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ, ബോൺ എൻഫാൻഡ് ഗുഡ് ഫെലോ, ബോൺ ടോണ് ഹൈ ഫാഷൻ, അതേപോലെ ബോൺ വിവാൻഡ് എ ഗുഡ് ലിവിങ്, അതേപോലെ ബോൺ വോയേജ് ഗുഡ് ജേണി, ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്. അടുത്ത് നോക്കിയേ, ഈ ബോണാഫിഡയുടെ ഓപ്പോസിറ്റ് ആണ് മാലാഫിഡെ. അപ്പൊ എന്തായിരിക്കും, ഇവിടെ ഗുഡ് ഫെയ്ത്ത് ആണ്. അപ്പൊ മാലാഫിഡെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത്. മാലാഫിഡെ എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത്. മാലാഫിഡെ ബാഡ് ഫെയ്ത്ത്. ഓക്കെ, ഇനി കാർപ്പെ ഡിയം. പിള്ളേരെ, ഡിയം എന്ന വാക്ക് ഏത് ഫോറിൻ വേർഡിൽ വന്നാലും അതിന്റെ അർത്ഥം ഡേ എന്നാണ് കേട്ടോ. ഡിയം എന്ന വാക്ക് എവിടെ വന്നാലും ഡേ എന്നാണ്. കാർപ്പെ ഡിയം മീൻസ് എൻജോയ് ദ പ്രസന്റ് ഡേ. കാർപ്പെ ഡിയം മീൻസ് എൻജോയ് ദ പ്രസന്റ് ഡേ. നിങ്ങൾക്ക് ജോലി കിട്ടി കേട്ടോ. ഇന്നാണ് അഡ്വൈസ് മെമ്മോ നിങ്ങളെ കയ്യിൽ കിട്ടിയത്, അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ നിങ്ങളെ കയ്യിൽ കിട്ടിയത്. അന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. അന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നാലും നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, അന്ന് തുള്ളിച്ചാടും അല്ലേ. കാർപ്പെ ഡിയം മീൻസ് എൻജോയ് ദ പ്രസന്റ് ഡേ. ഇപ്പൊ നിങ്ങൾ അഡ്വൈസ് മെമ്മോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അടിയിൽ സ്റ്റേറ്റസ് ചെയ്യണം, കാർപ്പെ ഡിയം എന്ന് സ്റ്റേറ്റസ് ചെയ്യുക, എൻജോയ് ദ പ്രസന്റ്. ഇന്നത്തെ ദിവസം ആസ്വദിക്കുക. അല്ലെങ്കിൽ ടൂറൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ചിരിച്ചോണ്ട് ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു കാർപ്പെ ഡിയം എൻജോയ് ദ പ്രസന്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, കാർപ്പെ ഡിയം എൻജോയ് ദ പ്രസന്റ്. ഒപ്പം പറയണേ, മാലാഫിഡെ ബാഡ് ഫെയ്ത്ത്, ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്, ബോൺ വോയേജ് ഗുഡ് ജേണി, ബോൺ വിവാൻഡ് ഗുഡ് ലിവിങ്, ബോൺ ടോണ് ഹൈ ഫാഷൻ, ബോൺ എന്തിന് അതുപോലെ ഇൻഫാൻറ്റ്. അപ്പൊ ഇൻഫാൻറ്റ്, നിങ്ങൾ എൻഫാൻറ്റ് പഠിക്കുമ്പോൾ ഇൻഫാൻറ്റ് എന്ന് ഓർമ്മയിലിരുന്നാൽ മതി. ബോൺ മീൻസ് ഗുഡ്, ഗുഡ് ഇൻഫാൻറ്റ്, നല്ല കുട്ടി. അപ്പൊ ഗുഡ് ഫെലോ, ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ, ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ. അപ്പൊ ആബിനിഷോ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കൂട്ടില്ലേ, ആബിനിഷോ ഇനിഷ്യല് എന്ത് ചെയ്യും, തുടക്കം, ഫ്രം ദ ബിഗിനിങ്. ആബ് ഒറിജിൻ, ഒറിജിൻ ഒറിജിനൽ, ഫ്രം ദ ഒറിജിനൽ. ഇനി അതേപോലെ ആഡ് ലിബിട്ടം, ലിബിട്ടം ലിബേർട്ടി കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും, ഹാപ്പിനെസ്. ആഡ് ലിബിട്ടം ഹാപ്പിനെസ്. അൽമ മാറ്റർ, ചോദിച്ച ക്വസ്റ്റ്യൻ, അൽമ മാറ്റർ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അലൂമിനിയം പാത്രം ചളുങ്ങിയതാണ് എന്ന് പറഞ്ഞു, ഫോർമർ സ്റ്റുഡൻറ്, പഴയ. ഇപ്പൊ നമ്മളൊക്കെ ഇന്നത്തെ കുട്ടികളെ വെച്ചിട്ട് നമ്മളെല്ലാം വ്യത്യസ്തരാണ് അല്ലേ, നമ്മൾ പഴയ ആൾക്കാരാണ്. അവരുടെ ചിന്തയിലോ അവരുടെ പ്രവൃത്തികളിലോ ഒപ്പം പോലും എത്താൻ പറ്റൂല അല്ലേ. അപ്പൊ പഴയ ആൾക്കാരാണ്, ഫോർമർ സ്റ്റുഡൻറ്. ഇനി അതേപോലെ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അഡ്ഹോക്ക് ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, കാവേ എന്ത് ചെയ്യുന്ന, കാവേ ഖാനം, കാവേ ഖാനം നോക്കിയോ. അടുത്തത് കൺഫർ, അടുത്തത് ഡി ഫാക്ടോ, അടുത്തത് ഡി ജൂറെ, അടുത്തത് ഇപ്സോ ജൂറെ, അടുത്തത് എലൈറ്റ്, അടുത്തത് എൻ എഫക്റ്റ്. വല്ലതും കേട്ടിട്ടുണ്ടോ? കാവേ ഖാനം. പിള്ളേരെ, ഖാനം എന്ന ഓർമ്മയിലിരിക്കുക. ഖാന എന്ന് പറഞ്ഞാൽ തിന്നുക എന്നല്ലേ. എന്ത് ചെയ്യുന്നോടെ, കണ്ടാൽ തിന്നും. എന്ത് ചെയ്യുന്നോടെ, വീട്ടിലൊക്കെ ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ആ, ചെന്ന് കയറി കഴിഞ്ഞാൽ പട്ടി കടിച്ച് തിന്നുമെന്നാണ് അർത്ഥം കേട്ടോ. കാവേ ഖാനം മീൻസ് ബിവെയർ ഓഫ് ഡോഗ് എന്നാണ്. ഖാനം തിന്നുക. കാവേ ഖാനം മീൻസ് ബിവെയർ ഓഫ് ഡോഗ്. കാവേ ഖാനം മീൻസ് ബിവെയർ ഓഫ് ഡോഗ്. ഖാനം തിന്നുക എന്ന് ഓർക്കുക. പട്ടി കണ്ട തിന്നും, അതുകൊണ്ടാണ് ബിവെയർ ഓഫ് ഡോഗ്. നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതിയാണ്, പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന് എഴുതി വെക്കില്ലേ, അതിനാണ് ഇനി നിങ്ങൾ എഴുതി വെക്കണം. കാവേ ഖാനം മീൻസ് ബിവെയർ ഓഫ് ഡോഗ്. കൺഫർ ചെയ്യുക, അതിനകത്ത് തന്നെ പറയാം, കൺഫർ ടു കമ്പയർ ചെയ്യുക. കൺഫർ മീൻസ് ടു കമ്പയർ, താരതമ്യം ചെയ്യുക. CSEB PSC ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. CSEBക്കും PSC ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കൺഫർ മീൻസ് ടു കമ്പയർ. ഇനി ഡി ഫാക്ടോ, ഫാക്ട് എന്ന് പറഞ്ഞ എന്തുകൊണ്ട് പിള്ളേരെ മീനിങ്, ഫാക്ട് സത്യാവസ്ഥ എന്നല്ലേ, ഇൻ റിയാലിറ്റി. ഡി ഫാക്ടോ മീൻസ് ഇൻ റിയാലിറ്റി. അപ്പൊ സത്യസന്ധ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ. ഓക്കെ, ഡി ഫാക്ടോ മീൻസ് റിയാലിറ്റി. അപ്പൊ കാവേ ഖാനം മീൻസ് കാവേ ഖാനം, ഖാനം മീൻസ്
ഖാന ഖാന, ഹിന്ദിയിൽ ഖാന ഖാന എന്ന് പറയില്ലേ, തിന്നുക എന്നർത്ഥം. ബിവെയർ ഓഫ് ഡോഗ്. ഓക്കെ, കൺഫർ മീൻസ് ടു കമ്പയർ. ഡി ഫാക്ടോ, ഫാക്ട് റിയാലിറ്റി, ഇൻ റിയാലിറ്റി. നോക്കിയേ, ഡി ജൂറെ ഇപ്സോ ജൂറെ. ജൂറെ എന്ന വാക്ക് നോക്കണേ, രണ്ടിലും ജൂറെ എന്ന വാക്കുണ്ട്. ഈ ജൂറെ എന്ന് പറഞ്ഞാൽ ജൂറിസ്ട്രിക്ഷൻ എന്ന് ഓർക്കുക. എന്താണ് ഇവിടെ ഈ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? അധികാര പരിധി അല്ലെങ്കിൽ നിയമപരിധി. അത് തന്നെയാണ് എൻ്റെ മീനിങ്ങും. ഡി ജൂറെ അല്ലെങ്കിൽ ഇപ്സോ ജൂറെ എന്ന് പറഞ്ഞാൽ ബൈ ദ ലോ. എന്താന്ന് പറയുക? ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി. ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി. അപ്പൊ ഡി ജൂറെ അല്ലെങ്കിൽ ഇപ്സോ ജൂറയുടെ അർത്ഥം എന്താണ്? ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി, നിയമപരമായി എന്നാണ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ഖാവേ ഖാനം മീൻസ് ബിവെയർ ഓഫ് ഡോഗ്. കൺഫർ മീൻസ് ടു കമ്പയർ. ഡി ഫാക്ടോ മീൻസ് ഇൻ റിയാലിറ്റി. ഡി ജൂറെ ഇപ്സോ ജൂറെ രണ്ടിന്റെ അർത്ഥം എന്താണ്? ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി. കുട്ടികളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കേക്കിന്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? എലൈറ്റ് എന്ന് പറഞ്ഞ് കേക്കിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ബേക്കറിയുടെ ഒക്കെ പേര്. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ് എന്നാണ് കേട്ടോ. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചതാണ്. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ്. ഒന്നും കൂടെ പറഞ്ഞേ, എലൈറ്റ് ദ ബെസ്റ്റ്. ഇനി അടുത്തോണേ, എൻ എഫക്റ്റ്, അതേപോലെ എൻ റൂട്ട്, എൻ ട്രെയിൻ, ഇതൊക്കെയാണ് വാക്കുകൾ കേട്ടോ. ഓരോന്നും പഠിക്കാം. എൻ എഫക്റ്റ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? എഫക്റ്റ് ഭയങ്കര എഫക്റ്റ് ആണ്. എഫക്റ്റീവ്ലി. എൻ എഫക്റ്റ് മീൻസ് എഫക്റ്റീവ്ലി, വളരെ എഫക്റ്റീവായിട്ട്. അല്ലെങ്കിൽ റിയാലിറ്റി. എഫക്റ്റീവ്ലി അല്ലെങ്കിൽ റിയാലിറ്റി എന്നാണ്, രണ്ട് മീനിങ് ഉണ്ട്. എഫക്റ്റീവ്ലി അല്ലെങ്കിൽ റിയാലിറ്റി. അപ്പൊ എൻ എഫക്റ്റ് ആ വാക്കിൽ നിന്ന് തന്നെ പഠിക്കാം. എഫക്റ്റ്, എഫക്റ്റീവ്ലി അല്ലെങ്കിൽ റിയാലിറ്റി. ഒന്നും കൂടെ പറഞ്ഞേ, എൻ എഫക്റ്റ്, റിയാലിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി. എലൈറ്റ് കേക്കിന്റെ പേരാണ്, ഏറ്റവും മികച്ചതാണ് തരുന്നത്, ദ ബെസ്റ്റ്. ജൂറെ ഇപ്സോ ജൂറെ ഡി ജൂറെ. ജൂറെ എന്ന് പറഞ്ഞാൽ ജൂറിസ്ട്രിക്ഷൻ എന്ന് പഠിക്കാം. ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി. ഇനി ഡി ഫാക്ടോ, ഫാക്ട് സത്യാവസ്ഥ, റിയാലിറ്റി. കൺഫർ ചെയ്യുക, ടു കൺഫർ, ടു കമ്പയർ. കാവേ ഖാനം, ഖാനം കഴിക്കുക, തിന്നുക, പട്ടി കടിച്ച് എന്ത് ചെയ്യും? കടിക്കും എന്നർത്ഥമല്ലേ. ബിവെയർ ഓഫ് ഡോഗ്. ബിവെയർ ഓഫ് ഡോഗ്. അടുത്ത് നോക്കിയേ, എൻ മാസെ. അപ്പൊ നമ്മള് എൻ ഏത് പഠിച്ചു? എൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ്, എഫക്റ്റീവ്ലി അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പഠിച്ചു. അതുപോലെ വരുന്നതാണ് എൻ മാസെ, എൻ റൂട്ട്, എൻ ട്രെയിന്, എക്സ് പാർട്ടെ, അതുപോലെ എക്സംബ്ലി ഗ്രേഷ്യ, അതുപോലെ ഫെസിമെയില്, അതുപോലെ ഇഡസ്റ്റ്, അതുപോലെ ഇംപാസെ. നോക്കിയേ, എൻ മാസെ വളരെ നോക്കിയോണേ. മാസ്, മാസ് ആ റോഡിലിട്ട്, അവിടുത്തെ റോഡിലിട്ട് എന്നെ ആൾക്കാർ മാസ്സായിട്ടാണ് വന്ന് അടിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്ടേ? ഉത്സവത്തിന് എന്നെ മാസ്സായിട്ടാണ് ആൾക്കാർ വന്ന് അടിച്ചത്. അതായത് 4 വശത്തു നിന്നും വന്ന് വളഞ്ഞിട്ടാണ് അടിച്ചതെന്നാണ് അർത്ഥം കേട്ടോ. മാസ് മീൻസ് സെവറൽ പീപ്പിൾ. എൻ മാസെ മീൻസ് സെവറൽ പേഴ്സൺ, ധാരാളം ആൾക്കാർ. എൻ മാസെ സെവറൽ പീപ്പിൾ, മാസ്സായിട്ടാണ് വന്ന് അടിച്ചത്. എൻ മാസെ സെവറൽ പീപ്പിള്. ഇനി എൻ റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറി ബോയ് റൂട്ടിലാണ്. പറഞ്ഞേ, റൂട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കുട്ടികളെ? നമ്മൾ സ്വിഗ്ഗിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡെലിവറി ബോയ് റൂട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ, ഓൺ ദ വേ. അപ്പൊ എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ. അപ്പൊ എൻ മാസെ സെവറൽ പീപ്പിള്, എൻ റൂട്ട് ഓൺ ദ വേ. എൻ ട്രെയിന്. കുട്ടികളെ, ട്രെയിൻ എപ്പോഴും മുമ്പോട്ടല്ലേ പോകുള്ളൂ. ട്രെയിൻ എപ്പോഴും മുമ്പോട്ടല്ലേ പോകുള്ളൂ. ട്രെയിന് റിവേഴ്സ് ഗിയർ ഉണ്ടാവും. പിറകിലോട്ട് കുറച്ചു നേരം പിറകിലോട്ട് പോകാന്ന് പറഞ്ഞ് റിവേഴ്സ് ഗിയർ എടുത്ത് വരാറുണ്ടോ? ഇല്ല. അപ്പൊ ട്രെയിന് മുമ്പോട്ടേ പോകുള്ളൂ. അപ്പൊ എൻ ട്രെയിന് പ്രോഗ്രസ്, ഉയർച്ച. എൻ ട്രെയിന് പ്രോഗ്രസ് എന്നാണ് കേട്ടോ. എൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ? പ്രോഗ്രസ്. ഒന്നും കൂടെ പറ. എൻ മാസെ സെവറൽ പീപ്പിള്, എൻ റൂട്ട് ഓൺ ദ വേ, എൻ ട്രെയിന് പ്രോഗ്രസ്. ഇനി എക്സ് പാർട്ടെ ജഡ്ജ്മെന്റ് ആയി പോയി കോടതിയിൽ ഇന്ന് ജഡ്ജി നടത്തിയത്. എക്സ് പാർട്ടെ ഒരു വശം മാത്രം കേൾക്കാം. പാർട്ട് വശം. എക്സ് പാർട്ടെ വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. പറഞ്ഞ് വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. എക്സ് പാർട്ടെ മീൻസ് പാർട്ട് ഒരു വശം ഇത് ചെയ്യുന്നുണ്ട്. അപ്പം വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. എക്സ് പാർട്ടെ വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. ഇനി എക്സംബ്ലി ഗ്രേഷ്യ, അതൊക്കെ നമ്മൾ എഴുതുന്നതാണ്. ഇ ജി എന്ന് ഇടാറില്ലേ? ഷോർട്ട് ഫോം ആണ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇ ജി. എക്സംബ്ലി ഗ്രേഷ്യ മീൻസ് ഫോർ എക്സാമ്പിൾ. എക്സംബ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ. അതാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇ ജി എന്ന് ഇട്ട് വെക്കുന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് എക്സംബ്ലി ഗ്രേഷ്യ. എക്സംബ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ. ഒരു മാർക്കും കൂടെ കിട്ടും അതിനകത്ത്. അപ്പൊ ഇ ജി എന്നിട്ട് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സംബ്ലി ഗ്രേഷ്യ എന്നാണ് അതിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണമായി. ഇനി ഫസിമെയില്. ഫസിമെയില് നോക്കിയേ, നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഇപ്പൊ കണക്ക് പരീക്ഷയാണ്, നമുക്കൊരു പുണ്ണാക്കും അറിഞ്ഞുകൂടാ.
ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന ആൾക്ക് കണക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ അവരുടെ പേപ്പർ നോക്കി അതുപോലെ കോപ്പി ചെയ്ത് വയ്ക്കും. അവരൊരു കോമയിട്ടാൽ നമ്മളും കോമയിടും, അവരെൻ്റെ ചുമ്മാ വെട്ടിക്കളഞ്ഞാൽ നമ്മളും വെട്ടിക്കളയും. കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഫസി മെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധ്യാപകർ തന്നെ പറയും, നിന്റെ പേപ്പർ നോക്കി അവൻ്റെ പേപ്പർ പിന്നെ നോക്കണ്ടല്ലോ എന്ന് പറയും. എക്സാക്ട് കോപ്പി എന്നാണ് കേട്ടോ. ഫസി മെയിൽ മീൻസ് എക്സാക്ട് കോപ്പി, കറക്റ്റ് കോപ്പി. ഫസി മെയിൽ മീൻസ് എക്സാക്ട് കോപ്പി. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ഫസി മെയിൽ എക്സാക്ട് കോപ്പി. എക്സംബ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ. എക്സ് പാർട്ട്, പാർട്ട് ഓർക്കുക, വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. എൻ ട്രെയിന് എപ്പോഴും മുമ്പോട്ട്. പഠന കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും എൻ ട്രെയിന് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല. നോക്കിയിരുന്നോ? എൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്. അമ്മാതിരി പഠനം എന്നാണ് അർത്ഥം കേട്ടോ. എൻ ട്രെയിന് പ്രോഗ്രസ്. എൻ റൂട്ടേ എന്ന് പറഞ്ഞാലോ ഓൺ ദ വേ. എൻ മാസമായിട്ടാണ് ആ റോട്ടിയിട്ട് ആൾക്കാർ അടിച്ചതെന്ന് പറഞ്ഞാൽ സെവറൽ പീപ്പിൾ. ഇഡസ്റ്റ് റീസെന്റ്ലി പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്. ഇഡസ്റ്റ് മീൻസ് ദാറ്റ് ഈസ് എന്നാണ് കേട്ടോ. ഇഡസ്റ്റ് മീൻസ് ദാറ്റ് ഈസ്. പ്രേതത്തിനെ കണ്ടതും ആ കുട്ടി ഇംപാസെ അടിച്ചു നിന്നു. പ്രേതത്തിനെ കണ്ടതും കുട്ടി പ്രേതം കണ്ടിട്ടില്ല കേട്ടോ, നോർമൽ ഇല്ലാത്ത സാധനം, ചുമ്മാ ഒരു ഉദാഹരണം ഇല്ലേ. ഇംപാസെ മീൻസ് സ്റ്റുഡ് സ്റ്റില്ല്. ഇംപാസെ മീൻസ് സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡ് സ്റ്റില്ല്, നിശ്ചലമായി നിൽക്കുക. ഇംപാസെ അടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡ് സ്റ്റില്ല്, നിശ്ചലമായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആടൊരു ഭീകരജീവിയാണ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിനിമയിൽ ലാസ്റ്റ് ഒരു വെടിവെപ്പ് സീനിൽ കണ്ടിട്ടുണ്ടോ, ആ ബസ്സിന്റെ ആ ജീപ്പിന്റെ പോലീസ് ജീപ്പിന്റെ അടുത്തായിട്ട് ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ടോ സ്റ്റുഡ് സ്റ്റില്ലായിട്ട്. എന്ത് ചെയ്യുന്നു, വന്ന് തൊടുമ്പം പൊത്തനെ താഴെ പോയില്ലേ, സ്റ്റുഡ് സ്റ്റില്ല്. ഇംപാസെ അടിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റുഡ് സ്റ്റില്ല്. ഒന്നും കൂടെ പറഞ്ഞേ. ഇംപാസെ സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡ് സ്റ്റില്ല്. ഇഡസ്റ്റ് ദാറ്റ് ഈസ്. ഫസി മെയിൽ എക്സാക്ട് കോപ്പി. എക്സംബ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ. എക്സ് പാർട്ട് വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. എൻ ട്രെയിന് പ്രോഗ്രസ്. എൻ റൂട്ട് ഓൺ ദ വേ. എൻ മാസെ സെവറൽ പീപ്പിൾ. ഓക്കെ, അപ്പം ഫോറിൻ വേർഡ് ഒരു 30 ഫോറിൻ വേർഡാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ എളുപ്പമാണ്. ആ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ മീനിങ് പറഞ്ഞു. ഞാനൊന്ന് ഓർഡർലെസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കണം. ആബ് ഇനിഷ്യോ, ഇനിഷ്യൽ പറഞ്ഞു നോക്കിയേ. ഫ്രം ദ ബിഗിനിങ്. ആബ് ഒറിജിനൽ ഫ്രം ദ ഒറിജിനൽ. ബെല്ലാഡൊന്ന, നിങ്ങളെയൊക്കെ ആദ്യം ചേട്ടൻ ബെല്ലാഡൊന്ന എന്ന് വിളിച്ചു, ഇപ്പൊ അങ്ങനെ വിളിക്കാറില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ. എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് ഒരു വശം. വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. അൽമ മാറ്റർ പറഞ്ഞു നോക്കിയേ. അൽമ മാറ്റർ സഹകാരി, നിങ്ങൾ അൽമ മാറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അലൂമിനി, നിങ്ങൾ സഹകാരിയിലെ അലൂമിനിയം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഫോർമർ സ്റ്റുഡന്റ്. ഫസിമെയില് പരീക്ഷ കണക്ക് പേപ്പർ ഓർക്കാൻ പറഞ്ഞു. എക്സാക്ട് കോപ്പി. ഫസിമെയില് എക്സാക്ട് കോപ്പി. ഇപ്സോ ജൂറെ ഡി ജൂറെ, ഓർമ്മയിലിരുന്നേ. ഇപ്സോ ജൂറെ ഡി ജൂറെ. ജൂറെ എന്ന് പറഞ്ഞാൽ ലോ, ബൈ ദ ലോ, ലീഗലി അല്ലെങ്കിൽ ബൈ ദ ലോ അല്ലെങ്കിൽ ലീഗലി. എൻ ട്രെയിൻ എപ്പോഴും മുമ്പോട്ടേ പോകുള്ളൂ, പ്രോഗ്രസ്. എൻ മാസെ സെവറൽ പീപ്പിൾ. എൻ റൂട്ട് ഡെലിവറി ബോയ് റൂട്ടിലാണ്. എന്ത് ചെയ്യുന്നു, എൻ റൂട്ട് എന്ത് ചെയ്യുന്നു, ഓൺ ദ വേ. എൻ റൂട്ട് ഓൺ ദ വേ. ഓക്കെ, എലൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എലൈറ്റ് ദ ബെസ്റ്റ്. ബോണാഫിഡെ മീൻസ് ഗുഡ് ഫെയ്ത്ത്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്, മാലാഫിഡെ ബാഡ് ഫെയ്ത്ത്. കാർപ്പെ ഡിയം എന്ന് പറഞ്ഞതുകൊണ്ട് എൻജോയ് ദ പ്രസന്റ്. ഓർമ്മയിൽ വെച്ചിരിക്കുക, കാർപ്പെ ഡിയം എൻജോയ് ദ പ്രസന്റ് ഡേ. ഓക്കെ, ബോൺ വോയേജ് മീൻസ് ഗുഡ് ജേണി. ബോൺ എൻഫാന്റ് ഗുഡ് ഫെലോ. ഗുഡ് ചൈൽഡ് എന്നോ ഗുഡ് ഫെലോ എന്നോ പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, വളരെ നന്നായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലിരുത്തി എന്ത് ചെയ്യുന്നോടെ മറക്കാതെ വെച്ചിരിക്കുക. എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.